പിറ്റേന്ന് രാവിലെ തന്നെ അർജുൻ സിന്ദൂരയ്ക്ക് വീഡിയോ കോൾ ചെയ്തു. മമ്മി ബാബ എവിടെ? ഭയ്യ പോയോ? എൻ്റെ ബഹൻ എന്ന ഡെവിളിനെ കൂടി വിളിച്ചോ? അർജുൻ പറഞ്ഞു. സിന്ദൂര തരിച്ചു നിൽക്കുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് എന്തു പറ്റി ഇവന്? സിന്ദൂരയുടെ നിൽപ്പ് കണ്ട് അർജുൻ പറഞ്ഞു. മമ്മി വേഗം അവരെ വിളിക്ക്, എനിക്ക് ക്ലാസ്സിൽ പോകണം, വേഗം. അർജുൻ തിരക്കുകൂട്ടി. സിന്ദൂര സന്തോഷത്തോടെ എല്ലാവരുടെയും പേര് വിളിച്ചു കൂവി. ആനന്ദ് ഡ്രസ് ചെയ്യുകയായിരുന്നു. പാൻറ്റും ബനിയനുമിട്ട് ഷർട്ട് എടുത്തപ്പോഴേക്കും മമ്മിയുടെ വിളി കേട്ട് അവൻ താഴേക്കോടി. മമ്മി വാട്ട് ഹാപ്പൻഡ്? അവൻ കിതച്ചുകൊണ്ട് ചോദിച്ചു. പിന്നാലെ ശില്പയും ഓടിയെത്തി. ക്യാ ഹുവാ? അവളും ചോദിച്ചു. സഞ്ജയ് തല തോർത്തിക്കൊണ്ട് കടന്നു വന്നു. അയാളൊരു ബാത്ത് റോബാണ് ധരിച്ചിരുന്നത്. സിന്ദൂര ഫോൺ അവർക്ക് അഭിമുഖമായി തിരിച്ചു പിടിച്ചു. മമ്മിക്കൊന്നും പറ്റിയില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് സമാധാനമായിരുന്നു. ഫോണിൽ അർജുനെ കണ്ടതോടുകൂടി അവർക്ക് കൂടുതൽ സന്തോഷമായി. സഞ്ജയ് ഒന്നും മിണ്ടിയില്ല, വെറുതെ അവനെ കണ്ടുകൊണ്ടിരുന്നു. ഭയ്യ, ശില്പ വിളിച്ചു. നിനക്കിന്ന് കോളേജിൽ പോകണ്ടേ? അർജുൻ ചോദിച്ചു. റെഡിയാവുകയായിരുന്നു ഞാൻ, അപ്പോഴാണ് മമ്മി വിളിച്ചത്, അവൾ പറഞ്ഞു. അർജുൻ, ആനന്ദ് വിളിച്ചു. ഇന്ന് ലീവാണോ? അർജുൻ അവനോട് ചോദിച്ചു. അല്ല, ഞാൻ ഡ്രസ് ചെയ്യുകയായിരുന്നു, അപ്പോഴാണ് മമ്മി വിളിച്ചത്. അർജുൻ മൂളി. ബാബ, അർജുൻ വിളിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി, പിന്നെ തിരിഞ്ഞു നടന്നു. ബാബ സോറി, അർജുൻ പറഞ്ഞു. അയാൾ മൂളി. ഞാൻ ശനിയാഴ്ച വരാം, അതിൻ്റെ ഇടയ്ക്ക് ഇനി ലീവ് എടുക്കാൻ പറ്റില്ല. അയാൾ പിന്നെയും മൂളി, പിന്നെ തിരിഞ്ഞു നടന്നു. ഓക്കെ മമ്മി, ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് ക്ലാസ്സിൽ പോകണം. അർജുൻ ഫോൺ ഓഫ് ചെയ്തു. അർജുൻ വിളിച്ചതിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. അർജുൻ അന്ന് വൈകുന്നേരം തന്നെ ഒരു ഫോൺ വാങ്ങി പുതിയ ഒരു കണക്ഷനും എടുത്തു. ജ്വാലയും താനും ഒന്നിച്ചുള്ള ഫോട്ടോസ് എല്ലാം അതിലേക്ക് മാറ്റി. അവളുടെ നമ്പറും അതിൽ സേവ് ചെയ്തു. പുതിയ ഫോൺ ഹോസ്റ്റലിൽ തന്നെ വെച്ചു. ജ്വാലയ്ക്ക് പുതിയ ഫോൺ നമ്പറും അയച്ചു കൊടുത്തു. പുതിയ നമ്പർ എടുക്കാനുള്ള കാരണവും അവൻ വിശദമാക്കി. അർജുൻ പഴയ ഫോണിൽ നിന്ന് ഫോട്ടോസും അവളുടെ നമ്പറും ഡിലീറ്റ് ചെയ്തു. ജ്വാല അപ്പോൾ തന്നെ പുതിയ നമ്പർ ഡയറിയിൽ കുറിച്ചു വെച്ചു. മെസ്സേജൊക്കെ ഫോണിൽ നിന്ന് ഒഴിവാക്കി. സൂര്യൻ്റെയും അശ്വതിയുടെയും വിവാഹം നടത്താൻ ഇരു വീട്ടുകാരും തീരുമാനിച്ചു. നിശ്ചയം ചുരുക്കി കഴിക്കാനും വിവാഹം ആർഭാടമായി കഴിക്കാനും തീരുമാനം എടുത്തു. ജ്വാലയുടെ മെയിൻ എക്സാം അടുത്തു വരുന്നു. ഇനി 2 മാസം കൂടിയേ എക്സാമിനുള്ളൂ. അതുകൊണ്ട് തന്നെ നിശ്ചയം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താൻ തീരുമാനിച്ചു. 2 വീട്ടിലും ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജ്വാല സൂര്യനെയും കൂട്ടി ഡ്രസ്സ് എടുക്കാൻ പോയി. ഡാർക്ക് ബ്ലൂ കളർ ധാവണി സെറ്റാണ് അവളെടുത്തത്. സൂര്യന് അതേ കളർ ഷർട്ടും ബ്ലൂ കരം മുണ്ടും എടുത്തു. അവൻ ബില്ല് അടയ്ക്കാൻ പോയപ്പോൾ ജ്വാല തടഞ്ഞു. വെയിറ്റ്, ഒരാൾ കൂടി വരാനുണ്ട്, ജ്വാല പറഞ്ഞു. സൂര്യനൊന്നും മനസ്സിലായില്ല. 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് അശ്വതി കൂടി കടന്നു വന്നു. ജ്വാലയും സൂര്യനും എടുത്ത അതേ കളർ പട്ടുസാരി അശ്വതിക്കും എടുത്തു. സൂര്യൻ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. ഇവളിത് എപ്പോൾ വിളിച്ച് സെറ്റാക്കി? ഞാൻ വിളിച്ചപ്പോൾ വരില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഈ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. സൂര്യൻ ബില്ല് പേ ചെയ്തു വന്നു. തൊട്ടടുത്ത കടയിൽ തന്നെ ഡ്രസ് സ്റ്റിച്ച് ചെയ്യാനും കൊടുത്തു. അശ്വതി അപ്പോൾ തന്നെ മടങ്ങിപ്പോയി. ജ്വാല സൂര്യനെയും കൂട്ടി തൊട്ടടുത്ത ജ്വല്ലറിയിലേക്ക് പോയി. ചെറിയൊരു നെക്ലേസ് എടുത്തു. സൂര്യൻ ബില്ലടച്ചു. ജ്വാലയ്ക്ക് അതേ കളർ ഡ്രസ് അർജുനും എടുക്കണമെന്നുണ്ടെങ്കിലും പിന്നെ വേണ്ടെന്ന് തീരുമാനിച്ചു. ഇതാർക്കാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? ഇതേസമയം സഞ്ജയും സിന്ദൂരയും ആനന്ദിൻ്റെ കല്യാണക്കാരും ചർച്ച ചെയ്യുകയായിരുന്നു. അർജുൻ്റെ വിവാഹം ഏതായാലും തീരുമാനിച്ചു. അതിനു മുമ്പ് ആനന്ദിൻ്റെ വിവാഹം നടത്തണം, സിന്ദൂര പറഞ്ഞു. സഞ്ജയും സിന്ദൂരയും ഈ കാര്യം ആനന്ദിനോട് സംസാരിച്ചപ്പോൾ അവൻ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഓർത്തോ വിഭാഗത്തിൽ ജൂനിയർ ഡോക്ടറാണ് അവൾ. പേര് റോഷ്ന സാദിത്ത്. അച്ഛൻ പാതി മലയാളി, അമ്മ പക്ക മലയാളി. അവളുടെ കേരളീയ സംസ്കാരം കണ്ടു ഇഷ്ടപ്പെട്ടിട്ടാണ് ആനന്ദ് അവളെ സ്നേഹിച്ചത്. ഒരു പാവം കുട്ടി, ഐശ്വര്യമുള്ള മുഖം, നന്നേ വെളുത്തിട്ടാണ്, നല്ല അച്ചടക്കം, നല്ല വിനയം, അധികം ആരോടും ലൂസ് ടോക്കിന് പോവില്ല, നല്ല ഇടതൂർന്ന കറുത്ത നീളമുള്ള മുടിയുണ്ട്, ആനന്ദ് പറഞ്ഞുകൊണ്ടിരുന്നു. സഞ്ജയ് സിന്ദൂരയെ കൂട്ടി പിറ്റേന്ന് തന്നെ അവളുടെ വീട്ടിൽ പോയി. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലി. അവളുടെ അച്ഛൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അമ്മ ഗൈനക്കോളജിസ്റ്റാണ്. സഞ്ജയ് തങ്ങൾ വന്ന കാര്യം പറഞ്ഞു. MLA ആയതുകൊണ്ട് സഞ്ജയിനെ അവർക്കറിയാം.
അതുകൊണ്ട് തന്നെ ആ വിവാഹവും പെട്ടെന്ന് തന്നെ ഉറപ്പിച്ചു. അടുത്ത മാസം നിശ്ചയം എന്ന് തീരുമാനിച്ചു. പവിത്രന് ഫോൺ ചെയ്തപ്പോൾ വരാൻ കഴിയില്ലെന്ന് അറിയിച്ചു. ജ്വാലയുടെ പരീക്ഷ ടൈമാണ്. പവിത്രൻ സൂര്യൻ്റെ നിശ്ചയവും പറഞ്ഞു. സഞ്ജയും സിന്ദൂരയും വരുമെന്ന് അറിയിച്ചു. ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് അർജുൻ വീട്ടിലെത്തി. സഞ്ജയ് അവനോട് സൂര്യൻ്റെ നിശ്ചയകാര്യം പറഞ്ഞു. ഞാനില്ല, അർജുൻ പറഞ്ഞു. അല്ലെങ്കിലും നീ വരണ്ട, ഞാനും അമ്മയും മാത്രമേ പോകുന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞപ്പോൾ സോജൻ വീട്ടിലെത്തി. അർജുൻ വന്നതറിഞ്ഞുള്ള വരവാണ്. അർജുൻ അവനെ മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, തൻ്റെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. സോജൻ കുറച്ചു നേരം ഡോറിൽ തട്ടി വിളിച്ചു. പിന്നെ സിറ്റിയിൽ പോയിരുന്നു. അവൻ എപ്പോഴെങ്കിലും വാതിൽ തുറക്കുമല്ലോ, അപ്പോൾ പിടിച്ചോളാം. ഇതേ സമയം റോക്കി നാട്ടിലെത്തിയിരുന്നു. അതേ ആശാൻ്റെ പെണ്ണ് 2 ദിവസം ഒരു ചെറുപ്പക്കാരനോടൊപ്പം കറങ്ങിയിരുന്നു. ഒരു ദിവസം പാർക്കിൽ, മറ്റൊരു ദിവസം ബീച്ചിൽ. ജ്വാലയെ നിരീക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന 2 പേര് പറഞ്ഞു. ആരാണവൻ? റോക്കി ദേഷ്യം കൊണ്ട് വിറച്ചു. ആരാന്നറിയില്ല. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കുണ്ട്. നന്നേ വെളുത്തിട്ടാണ്. നല്ല ഫിറ്റ് ബോഡി ലാംഗ്വേജ്. അവർ പറഞ്ഞു. നോർത്ത് ഇന്ത്യയിലുള്ള ഒരാൾ ഇവളെ കാണാൻ എന്തിനു വന്നു? റോക്കി ചോദിച്ചു. അതറിയില്ല, പക്ഷേ ആ ചെറുപ്പക്കാരൻ അവളെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തു. മാത്രമല്ല ഒരു ചെയിൻ അവളുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. അത് ഞങ്ങൾ കണ്ടതാ, അവർ ഉറപ്പിച്ചു പറഞ്ഞു. അവളെൻ്റെ പെണ്ണ, അവളെ ഞാൻ ആർക്കും കൊടുക്കില്ല. റോക്കി മുരണ്ടു. പിറ്റേ തന്നെ ഒരു കത്ത് മഹിയുടെ കയ്യിലെത്തി. നിങ്ങളുടെ മകൾ ജ്വാല ഒരു അന്യപുരുഷനൊപ്പം ബീച്ചിലും പാർക്കിലും കറങ്ങുന്നു, കെട്ടിപ്പിടിച്ച് സെൽഫി എടുക്കുന്നു. നിങ്ങൾ അറിയുന്നുണ്ടോ? അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മകളെ നേരാവണ്ണം വളർത്തുകയും വേണം. മഹി ആ കത്തിൻ്റെ ഫ്രം അഡ്രസ് നോക്കി. ഒന്നുമില്ല. മഹിക്ക് നന്നെ ദേഷ്യം പിടിച്ചിരുന്നു. അന്ന് വൈകുന്നേരം കോളേജ് കഴിഞ്ഞു ജ്വാല വന്നപ്പോൾ മഹി അവളെ ചോദ്യം ചെയ്തു. അവളൊന്നും മിണ്ടാതെ നിന്നു. മഹി അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി ഗാലറിയിലെ ഫോട്ടോസ് നോക്കി. ഒന്നുമില്ല. ജ്വാലയുടെ കുറച്ച് ഫോട്ടോസും സൂര്യൻ്റെയും തൻ്റെയും പവിയുടെയും ഫോട്ടോസുണ്ട്. പിന്നെ 2 പെൺകുട്ടികളോടൊപ്പം നിന്ന് എടുത്ത ജ്വാലയുടെ കുറച്ച് ഫോട്ടോസും. വേറെ ഒന്നുമില്ല. അപ്പോൾ തന്നെ ആ കത്ത് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉള്ളതാണെന്ന് മഹിക്ക് മനസ്സിലായി. അയാൾ കൂടുതൽ ചോദ്യം ചെയ്യാതെ ജ്വാലയെ വിട്ടയച്ചു. പിന്നെ ആ കത്ത് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ചു. പവിത്രനോട് പറഞ്ഞപ്പോൾ പവി ആദ്യം റോക്കിയാണ് സംശയിച്ചത്. പിന്നെ കോളേജിലെ ഏതെങ്കിലും പിള്ളേരാവുമെന്ന് പറഞ്ഞു. കാരണം പരീക്ഷ അടുത്തിരിക്കുവാണ്. ഇവളാണെങ്കിൽ കോളേജ് ടോപ്പറും. അത് പറഞ്ഞപ്പോൾ മഹിക്കും അത് ശരിയാണെന്ന് തോന്നി. ജ്വാല വിറച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ അകത്തേക്ക് നടന്നു. ആ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തത് നന്നായി. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തേനെ? ജ്വാല ഇനി അർജുൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്ന് തീരുമാനിച്ചു. ഈ കാര്യം അവനെ അറിയിക്കണമെന്നും തീരുമാനിച്ചു. അർജുൻ വാതിൽ തുറന്നപ്പോൾ സോജൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. അതു കണ്ട് അർജുൻ അവനെ ശ്രദ്ധിക്കാതെ കിച്ചണിലേക്ക് നടന്നു. ഫുഡ് വിളമ്പിയെടുത്തു. അവിടെ നിന്നുകൊണ്ട് തന്നെ കഴിച്ചു തീർത്തു. ആരും വന്നിട്ടില്ല. സോജൻ അടുത്തു നിൽക്കുന്നുണ്ടെങ്കിലും അർജുൻ അവനെ ശ്രദ്ധിക്കുന്നില്ല. അർജുൻ ഫുഡ് കഴിച്ചു തീർത്തു. കൈ കഴുകാൻ നിന്നപ്പോൾ സോജൻ ടാപ്പ് ഓഫാക്കി. അർജുൻ അവനെ തട്ടിമാറ്റി കൈ കഴുകി. പിന്നെ ഹാളിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ സോജൻ മുന്നിൽ കയറി തടസ്സമായി നിന്നു. അവസാനം അർജുൻ സോജനോട് തട്ടിക്കയറി. വഴി മാറടാ തിണ്ടി. അർജുൻ അവനെ പച്ചത്തെറി വിളിച്ചു. സോജന് ഒരു കൂസലുമില്ല. വഴിയിൽ നിന്ന് മാറുന്നുമില്ല. അർജുൻ ദേഷ്യം പിടിച്ചു തുടങ്ങിയിരുന്നു. അതു കണ്ട് സോജൻ അർജുനെ കെട്ടിപ്പിടിച്ചു നിന്നു. മുറുക്കെ. എനിക്ക് ശ്വാസം കിട്ടുന്നില്ലടാ തിണ്ടി, അർജുൻ പറഞ്ഞു. എന്നിട്ടും സോജന് കുലുക്കമില്ല. നിനക്ക് അറിയാത്തൊരു കാര്യം എനിക്കറിയാം. നിന്റെ പെണ്ണിനെ പറ്റി പറയട്ടെ? സോജൻ തിരക്കി. അർജുൻ അത് വലിയ കാര്യമാക്കിയില്ല. അവളെപ്പറ്റി അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സോജൻ തുടർന്നു. ജ്വാല കരാട്ടെ പഠിക്കുന്നുണ്ട്. അവളുടെ വീട്ടിൽ ഗോൾഡ് മെഡൽ കിട്ടിയ ഫോട്ടോസ് ഉണ്ട്. ബ്ലാക്ക് ബെൽറ്റ് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അർജുന് അത് പുതിയ അറിവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ന്യൂസ് തന്ന സോജനോട് അവൻ അപ്പോൾ തന്നെ ക്ഷമിച്ചു. വേറെ എന്തൊക്കെയോ സീക്രട്ട് അവൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കും. ഓക്കെ, അർജുൻ പറഞ്ഞു. അർജുൻ മൂളി. എന്നാലും അവളെന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അർജുൻ ഓർത്തു നോക്കി. അവളോട് ഇതിനെപ്പറ്റി ചോദിക്കണമെന്ന് അർജുൻ മനസ്സിലുറപ്പിച്ചു. ആനന്ദിൻ്റെ വിവാഹം ഉറപ്പിച്ചു. കാര്യം അർജുൻ സോജനെ അറിയിച്ചു.